ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് കേട്ടോ. നമ്മളെന്നുള്ളത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ആ ഒരു മക്ബറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെയൊക്കെ വീഡിയോയിൽ ഒരുപാട് കുട്ടികൾ പാട്ട് പാടിയിട്ടുള്ളത് ഇതേ മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളും മൈലാഞ്ചി പാട്ടുകളും പടപ്പാട്ടുകളും കിസ്സപ്പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മഹാനായ കവിയുടെ മോയിൻകുട്ടി വൈദ്യരുടെ ആ ഒരു മക്ബറ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കുബ്ബപ്പള്ളി എന്ന് പറയുന്ന നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള ഈ ഒരു കുബ്ബപ്പള്ളിയിലാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മക്ബറ നമുക്കൊന്ന് കണ്ടു നോക്കാം. പലർക്കും ഇത് അറിയില്ല. പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഈ ഒരു സംഭവം കാണാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ടുള്ള കൊണ്ടോട്ടി ആ എയർപോർട്ടിൻ്റെ അടുത്തുള്ള അങ്ങോട്ടാണ് പോകുന്നത്. ശരിക്കും അവിടെയല്ല അദ്ദേഹത്തിൻ്റെ സ്മാരകം ഉള്ളത്, അല്ല അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ മക്ബറ നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടുതൽ ഈ ഒരു പള്ളിയുടെ വിശേഷങ്ങളും ഇതെന്താണെന്ന് വെച്ചാൽ കൊണ്ടോട്ടി നേർച്ചയൊക്കെ നടക്കുന്ന കുബ്ബപ്പള്ളി എന്ന പള്ളിയാണിത്. ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രസിദ്ധമായൊരു സംഭവമാണിത്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം ചെറുതായിട്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല. അറിയാവുന്ന രീതി നമുക്ക് വീഡിയോയിൽ നിന്ന് കണ്ടു നോക്കാം കേട്ടോ. വാ. അപ്പോൾ നമ്മൾ മോയിൻകുട്ടി വൈദ്യരുടെ മഖാം കാണുന്നതിന് മുമ്പായിട്ട് കാണുന്ന സംഭവമാണ് ഈ കുബ്ബ എന്ന് പറയുന്ന ഈ സംഭവം കേട്ടോ. അതായത് എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്ക് കൊണ്ടോട്ടി നേർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കൊടിമരവും കാണാൻ പറ്റും. അത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പെയിൻ്റ് അടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ കുബ്ബയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച 2 പതിറ്റാണ്ടോളം പഴക്കവും പേർഷ്യൻ ശില്പകലാരൂപത്തിൽ നിർമ്മിച്ച ഒരു നിർമ്മിതിയും കൂടിയാണിത്. അതായത് കാണുമ്പോൾ തന്നെ കൗതുകം, ഫുള്ളായിട്ട് കരിങ്കല്ല്, മറ്റൊരു സംഗതിയും ഇതിന് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ശരിക്കും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം പഴക്കമുള്ള പഴയ ഖബറുകൾ കാണാൻ പറ്റും കേട്ടോ. അതായത് അതൊക്കെ കെട്ടി പൊക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് അന്ന് വെച്ചിരുന്നു. പക്ഷേ കാലക്രമേണ അതിങ്ങനെ ഓരോ എന്താ പറയുക കേടുപാട് സംഭവിച്ചിങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇവർ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സംഗതി വെച്ചാൽ ഇത് കണ്ടു നിങ്ങൾ. ഇത് ഇവിടുത്തെ ഈ ഒരു ഷെയ്ഖിൻ്റെ കൂടെ വന്ന ആളുകളെ കൂട്ടത്തിലുള്ള ആളുകളെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മളെ വലിയ തങ്ങൾ ഉപ്പാപ്പയുടെ കൂടെ വന്ന അവരുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരുടെ നമുക്ക് പറയാം കേട്ടോ. ഇത് ഷെയ്ഖ് ഇസ്തിയാഖ് ഷായ് വലിയ തങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ ഒരു നമുക്ക് പറയണം. അതായത് ഇവിടെ നമ്മുടെ മോയിൻകുട്ടി വൈദ്യരുടെ ഉസ്താദ് എന്നൊക്കെ പറയും വരവ്. എന്തായാലും നമുക്ക് നോക്കാം, അകത്ത് കയറി നോക്കാം കേട്ടോ. ഇവിടെ എപ്പോഴും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ആർക്കും ജാതി മത ഭേദമന്യേ ആർക്കും വന്നിട്ട് നമുക്കിവിടെ ഇത് കാണാൻ പറ്റും. അതല്ലോ ഫാമിലിയുടെ എല്ലാവരുടെയും മക്ബറ ഇവിടെ ഉണ്ട്. ഇതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആളുടെ ഖബർ. ഇവരുടെ ബാക്കി ഫാമിലിയുടേതാണ്. ഈ ഏരിയയിലൊക്കെ ഉണ്ട്. ചരിത്രം പഠിച്ചു വരുന്നവർക്ക് ഇത് വലിയ കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു മക്ബറിൻ്റെ നേരെ അടുത്ത് തന്നെയാണ് നമ്മളെ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഖബർ വരുന്നത്. അതാണ്ടോ ഇവിടെ നല്ല മാർക്കിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ പോയി നോക്കിയാൽ ഇവിടെ കണ്ടോ, ഇതാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ. നമ്മൾ ഇത്ര നേരം പറഞ്ഞു. പിതാവ് ഓട്ടുപാറ കുയിലാലുങ്ങൽ ഉണ്ണി മുഹമ്മദ്, മാതാവ് കുഞ്ഞാമീൻ ഒക്കെ ഇവിടെ ഫുള്ളായിട്ടുള്ള സംഗതി ഇവിടെ എന്താ പറയുക എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഒരുപാട് ആളുകൾ ഇപ്പോഴും മാപ്പിളപ്പാട്ടിലൂടെ പാടിക്കൊണ്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് കേട്ടോ. ഒരു പക്ഷേ പലരും ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ പറഞ്ഞത് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ ഇത് കാണാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലേക്കാണ്. സ്മാരകത്തിലല്ല, ഇവിടെയാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മക്ബറ. വെറും 40 വയസ്സ് മാത്രം ജീവിച്ച മോയിൻകുട്ടി വൈദ്യർ നമുക്ക് മുമ്പിൽ എന്നും ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇദ്ദേഹം 7ഓളം ഭാഷകളിൽ ആദ്യമേ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അറബി, സംസ്കൃതം, തമിഴ്, ഇംഗ്ലീഷ്, കന്നഡ, ഹിന്ദി തുടങ്ങിയായിരുന്നു അത്. ബദർ പടപ്പാട്ട് മൊഹീദ്ദീൻമാല കഴിഞ്ഞാൽ പിന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കൃതിയാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരോടും ജമ്മിമാരോടുമുള്ള ചെറുത്തുനിൽപ്പ് പരാജയപ്പെട്ട മാപ്പിളമാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഉഹുദ് പടപ്പാട്ട് എന്ന് പറയുന്ന ആ ഒരു കൃതി ഏറെ ഊർജ്ജം നൽകിയതായിട്ട് അറിയപ്പെടുന്നു. മലപ്പുറം പടപ്പാട്ട് അതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട സംഗതിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ശങ്കരഭാഷ പ്രയോഗവും ചടുലമായ ശൈലിയും കൊണ്ട് തന്നെ മറ്റുള്ള കവിമാരിൽ നിന്നും ഇദ്ദേഹം ഏറെ മാറ്റങ്ങൾ വരുത്തി പ്രസിദ്ധനായി കൊണ്ടേയിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നിർബന്ധമായും സിയാറത്ത് ചെയ്യേണ്ട ഒരു കേന്ദ്രം തന്നെയാണ് മുഹമ്മദ് ഷാ വലിയുപ്പാപ്പ തങ്ങളുടെ ഈ ഒരു മക്ബറ കേട്ടോ. നല്ല തണുപ്പ് നൽകുന്ന കരിങ്കല്ലിൻ്റെ ഒരു കെട്ടിടം, പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ആധുനിക 2 പതിറ്റാണ്ടോളം പഴക്കമുള്ള ഒരു കെട്ടിടം. അതുതന്നെയാണ് ഇതിന് പ്രത്യേകതയും. പിന്നീട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഒരിക്കലും എവിടെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അകത്തും പുറത്തുമായി ഫുള്ളായിട്ട് കരിങ്കല്ല് തന്നെ, എല്ലാത്തിനും ഉപയോഗിച്ചിട്ട് കരിങ്കല്ല് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇവിടെ വരുമ്പോൾ അത് മനസ്സിലാവും. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസുകൾ കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇവരുടെ ഹിസ്റ്ററി ലഭിക്കുന്നതായിരിക്കും.